ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിയാദ് മെട്രോയും ബസ് സർവീസും ഉപയോഗിച്ച് എങ്ങനെ എയർപോർട്ടിലേക്ക് പോകാം എന്നുള്ള വീഡിയോ ആണ് നമ്മളിതിൽ കാണിക്കുന്നത്. നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ ആദ്യം കണ്ടെത്തി വയ്ക്കണം. റിയാദ് മെട്രോ ആണെങ്കിലും ബസ് ആണെങ്കിലും ഒരേ കാർഡാണ്. 4 റിയാലിന് 120 മിനിറ്റ്. നിങ്ങൾ ബസ് പകുതി ഉപയോഗിച്ചു, ബാക്കി മെട്രോ ഉപയോഗിച്ചാലും 120 മിനിറ്റ് വരയ്ക്ക് നിങ്ങൾക്ക് 4 റിയാൽ മാത്രമേ കട്ടാവുള്ളൂ. പിന്നെ ഇതിപ്പോൾ എൻ്റെ ഏറ്റവും അടുത്തുള്ള മെട്രോ സ്റ്റേഷനാണ് അത്തൗ സ്റ്റേഷൻ എന്ന് പറയും. ഇത് ഓറഞ്ച് ലൈനാണ്. നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ അന്വേഷിക്കുക. അവിടെ നിന്ന് എയർപോർട്ടിലേക്ക് പോകാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ മാപ്പ് ഇട്ടേക്കാം. നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ കണ്ടെത്തി വയ്ക്കുക. അവിടെ നിന്ന് എങ്ങനെയൊക്കെ മാറി കയറേണ്ടതെന്ന് നിങ്ങൾ നോക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഓറഞ്ച് ലൈൻ ഉപയോഗിച്ച് പോകുന്നവരാണെങ്കിൽ ഇപ്പോൾ എൻ്റെ സ്റ്റേഷൻ അത്തൗ സ്റ്റേഷനാണ്. അവിടെ നിന്ന് ഞാൻ കയറുകയാണ്. അവിടെ കാർഡ് വയ്ക്കുന്നു. കാർഡ് വെച്ച് നിങ്ങളുടെ 4 റിയാൽ 120 മിനിറ്റുള്ള സ്റ്റാർട്ടായി. കാർഡ് 4 റിയാൽ കട്ടാവും. ജിദ്ദ റോഡ് കഷിം ലൈൻ, അതായത് ജിദ്ദ റോഡ് തിരിച്ചു വരാനാണ്. കഷിം ലൈനാണ് അങ്ങോട്ടുള്ളത്. നമ്മൾ നോക്കേണ്ടത് നമുക്ക് എവിടേക്കാണ് മാറി കയറേണ്ടതെന്ന് ആദ്യം നോക്കി വയ്ക്കുക. നമുക്ക് ഓറഞ്ച് ലൈനിൽ പോകുന്നവർക്കാണെങ്കിൽ ഓറഞ്ച് ലൈനിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മൾ കസറൽ ഹുക്കും എന്ന് പറയുന്ന സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങേണ്ടത്. അവിടെ നിന്ന് മാറി ബ്ലൂ ലൈനിൽ കയറി ബ്ലൂ ലൈനിൽ നിന്ന് യെല്ലോ കയറിയാണ് എയർപോർട്ട് പോകേണ്ടത്. എൻ്റെ സ്റ്റേഷനിൽ അവിടെ നിന്ന് ഏകദേശം 1 മണിക്കൂറും 15 മിനിറ്റൊക്കെ വേണ്ടി വരുന്നുള്ളൂ 4 റിയാലിന്. പിന്നെ എനിക്ക് തൊട്ടടുത്ത് മെട്രോ സ്റ്റേഷനിലൊന്നും കുഴപ്പമുണ്ടായില്ല. ഇതിപ്പോൾ ഞാൻ മെട്രോയിൽ ഓറഞ്ച് ലൈനിൽ കയറി അത്തൗ സ്റ്റേഷനിലാണ് ഞാൻ കയറിയത്. കസറൽ ഹുക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും, 20-ാം നമ്പർ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. അവിടെയാണ് ബ്ലൂ ലൈൻ കണ്ടോ, റൗണ്ടിൽ കാണാം. ഇത് നിർത്തുന്ന സ്റ്റോപ്പുകളുടെ കാണിക്കുന്നതാണ്. നമ്മളിപ്പോൾ കസറൽ ഹുക്കുമിൽ വന്ന് ഇറങ്ങി നമ്മുടെ ഓറഞ്ച് ട്രെയിൻ പോയി. നമ്മളവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എസ്കലേറ്റർ കാണാം. എസ്കലേറ്ററിൽ കയറി കഴിഞ്ഞാൽ ബ്ലൂ ലൈൻ നോക്കുക. ബ്ലൂ ലൈനിൽ നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നതാണെങ്കിൽ SAB ബാങ്കാണ് ലാസ്റ്റ് സ്റ്റേഷൻ. അതാണ് നോക്കേണ്ടത്. ഒരുപാട് ഫോട്ടോ എടുക്കാനൊക്കെയുള്ള സ്പേസ് ഉണ്ട്. നമ്മൾ എയർപോർട്ടിൽ പോകുമ്പോൾ ഫോട്ടോ എടുക്കാനൊന്നും നിൽക്കില്ല. നിങ്ങൾക്ക് പിന്നെ എപ്പോഴും വരുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ആസ്വദിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ എയർപോർട്ട് പോകുകയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് കണ്ട ബ്ലൂ ലൈനിൽ ദർ അൽബാദിയും ഉണ്ട്, SAB ബാഗും ഉണ്ട്. ദർ അൽബാദി എന്ന് വെച്ചാൽ നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വരാനാണ്. ഒക്കെ ഇപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ SAB ബാങ്കാണ് നോക്കേണ്ടത്. SAB ബാങ്കിലേക്ക് നമ്മൾ ഒരു സ്റ്റെപ്പ് മെട്രോ ഇത് കയറി എസ്കലേറ്റർ കയറി വന്നു കഴിഞ്ഞാൽ റൈറ്റിലോട്ട് തിരിഞ്ഞാൽ വീണ്ടും ഒരു എസ്കലേറ്റർ ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബ്ലൂ ലൈനിൻ്റെ മുമ്പിലുള്ള സ്റ്റേഷനിൽ വന്നെത്തി. അവിടെ നിന്ന് നമ്മൾ ബ്ലൂ ലൈനിൽ കയറി KFD എന്ന് പറയുന്ന സ്റ്റേഷനിൽ ഇറങ്ങണം. KFD ഇത് SAB ബാങ്കാണ് ലാസ്റ്റ് സ്റ്റേഷൻ. നമ്മൾ ഇറങ്ങേണ്ടത് KFDയിൽ. നിങ്ങൾ മാപ്പ് നോക്കി അതൊന്ന് കുറിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ടെൻഷൻ വരില്ല. നമ്മൾ KFDയിലാണ് ഇറങ്ങേണ്ടത്. ഈ ബ്ലൂ ലൈൻ കൂടുതലും അണ്ടർഗ്രൗണ്ടാണ്. 10-18 സ്റ്റേഷനുണ്ട്. ഞാനത് മുഴുവൻ എടുത്തിട്ടില്ല, ഞാൻ ചുരുക്കാണ് എടുക്കുന്നത്. ഇപ്പോൾ തന്നെ വീഡിയോ ഓൾറെഡി ലെങ്തിയാണ്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് സ്റ്റേഷൻ, അതായത് SAB ബാങ്കാണ് ലാസ്റ്റ് സ്റ്റേഷൻ. നമ്മുടെ സ്റ്റേഷൻ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേഷൻ KFD ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെന്ന് കയറാൻ പോകുന്ന KFD സ്റ്റേഷനിലോട്ടാണ്. KFD എന്ന് പറഞ്ഞാൽ വലിയൊരു സിറ്റിയാണ്. ആ സിറ്റിയുടെ ഇടയ്ക്ക് 3 കളർ, അതായത് പർപ്പിൾ, യെല്ലോ, ബ്ലൂ ഒക്കെ വന്നിറങ്ങുന്ന ഒരു വലിയ മെട്രോ സ്റ്റേഷനാണ് KFD എന്ന് പറയുന്നത്. ഈ KFD നിന്നാണ് നമ്മൾ മാറി കയറി എയർപോർട്ടിലേക്ക് പോകേണ്ടത്. അപ്പോൾ 4 റിയാൽ മാത്രമാണ് നമ്മൾക്ക് ആകെ കൂടി ചിലവുള്ളൂ. എൻ്റെ അവിടെ നിന്ന് ടാക്സിക്ക് പോകുകയാണെങ്കിൽ 80ഒക്കെയാണ് പകൽ. രാത്രി ആണെങ്കിൽ 100 റിയാലൊക്കെയാണ് വാങ്ങിക്കുന്നത്. 100-120 വാങ്ങിക്കുന്നുണ്ട്. രാത്രി ഫുൾ ടൈം മെട്രോ ഇല്ല. മെട്രോൻ്റെ സമയം ഞാൻ ഫസ്റ്റത്തെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്, അതിൽ നോക്കുക. ഈ കാണുന്നതാണ് KFD സ്റ്റേഷൻ. ഇത് രാത്രി വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇൻ്റർനാഷണൽ എയർപോർട്ടിന് തുല്യമാണ് KFD സ്റ്റേഷൻ. ഇപ്പം നമ്മൾ KFD സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ കണ്ടോ, യെല്ലോ ആണ് എയർപോർട്ടിലേക്ക് ഉള്ളത് പോകുന്നത്. അപ്പം നമ്മൾ യെല്ലോ ലൈൻ നോക്കുക. യെല്ലോ ലൈൻ പോകേണ്ടത് എങ്ങോട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് ഇറങ്ങാനായിട്ട് 2 സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങാൻ, 2 എസ്കലേറ്റർ താഴേക്ക് ഇറങ്ങാനുണ്ട്. നമ്മൾ ആദ്യത്തെ ഇറങ്ങി കഴിഞ്ഞാൽ KFD എന്ന് പറഞ്ഞാൽ മെട്രോ സ്റ്റേഷൻ്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത്. എയർപോർട്ടിന് തുല്യം പോലെ തന്നെയാണ് ഇവിടുത്തെ KFD മെട്രോ സ്റ്റേഷൻ. എല്ലാവരും റിയാദിലുള്ളവരൊക്കെ കണ്ടു കാണും ഒരുപാട്. അത്രയും സെറ്റപ്പ് ഉള്ളതാണ്. ഇത് മിഡിൽ ലെവലാണ്. നമ്മൾ ഒരു ലെവൽ എസ്കലേറ്റർ ഇറങ്ങി, അത് കഴിഞ്ഞ് ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട്. ഇവിടെ നിന്ന് ഇടത്തോട്ട് വീണ്ടും ഒരു സ്റ്റെപ്പും കൂടി താഴോട്ട് യെല്ലോയിൽ ഇറങ്ങണം. അപ്പോൾ നമ്മൾ നേരെ ചെല്ലണത് ടെർമിനൽ 1, 2, 1, 2, 3, 4, 5 എല്ലാത്തിലേക്കും ഇപ്പോൾ ഒരു ട്രെയിനുള്ളൂ. ഭാവിയിൽ അത് 2 ട്രെയിനായിട്ട് പോകും. ഇപ്പോൾ ഒരു ട്രെയിനുള്ളൂ. ടെർമിനൽ 1 തൊട്ട് ടെർമിനൽ 5 വരയ്ക്ക് ഒറ്റ ഇതുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മളിത് ഇവിടെ വന്ന് എത്തി കഴിഞ്ഞാൽ ഇത് റൈറ്റ് സൈഡിൽ നമ്മളിപ്പോൾ നിൽക്കണ KFD. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വന്ന് ആദ്യം 5, അത് ഡൊമസ്റ്റിക്, പിന്നെ 4, 3, 1, 2. അപ്പോൾ നിങ്ങളുടെ ടിക്കറ്റ് നോക്കുക എവിടെയാണെന്നുള്ളത്.
നമ്മളിതേ മെട്രോയിൽ കയറി നമ്മളിതേ ഇപ്പോൾ എയർപോർട്ടിൻ്റെ അടുത്തുള്ള എന്താണ് നമ്മുടെ 3-4 ഞാൻ ഇറങ്ങുന്നത്. ഞാൻ എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ ഇറങ്ങി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ എറണാകുളത്തുള്ള ലുലുവിലൊക്കെ മെട്രോയിൽ പോയിട്ട് ലുലുവിലേക്ക് പോയവർക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നടന്നു പോകാനുള്ള ഒരു വഴിയാണുള്ളത്. ഓക്കെ, നമ്മൾ മെട്രോയിൽ ഇവിടെ വന്ന് ഇറങ്ങി യെല്ലോയിൽ വന്ന് ടെർമിനൽ 3-4 ഇറങ്ങി കഴിഞ്ഞാൽ നേരെ ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റിൽ കയറുക, താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ലിഫ്റ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ആദ്യം മെട്രോൻ്റെ കാർഡ് ഉപയോഗിച്ച പോലെ തന്നെ കാർഡ് ഇവിടെ വയ്ക്കുന്നു, നമ്മൾ കടക്കുന്നു. ഇനി അങ്ങോട്ട് ഞാൻ പറഞ്ഞ പോലെ ലുലുവിലുള്ള പോലെ ലുലുവിലേക്ക് മെട്രോ വഴി പോകുന്നവർക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ മേലേക്കോട് ഒരു മേൽപ്പാത ഇങ്ങനെ പോകുന്നു. നമ്മൾ അതിൽ കൂടെ അങ്ങോട്ട് നടന്നു പോയി. ഈ മുമ്പിൽ കാണുന്നതാണ് കിങ് ഖാലിദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് റിയാദിലെ. ഇത്രയ്ക്കേ ഉള്ളൂ പോകാനായിട്ടുള്ള. നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള റൈറ്റ് സൈഡിൽ താഴത്ത് കാണുന്നതൊക്കെ പാർക്കിംഗ് ആണ്, മുകളിൽ ഇപ്പോൾ കാണുന്നതാണ് എയർപോർട്ട്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ എവിടെയാണെന്ന് നോക്കുക, അതേ നോക്കേണ്ടുള്ളൂ. ഇനി കുറച്ച് ദൂരം ബസ്സിന് വരുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, ബസ്സും മെട്രോയും കൂടി 120 മിനിറ്റിന്, അതായത് 2 മണിക്കൂറിന് 4 റിയാലുള്ളൂ. നമ്മൾ ടാക്സിക്കൊക്കെ വരികയാണെങ്കിൽ ഇത് താഴെയാണ് വരിക, അത് അറൈവലാണ്. ഡിപ്പാർച്ചറാണെങ്കിലും മേലെ. ഓക്കെ, അതാണ് നമ്മളിപ്പോൾ സാധാരണ നോർമലി കാർ ഉപയോഗിച്ച് വരുന്നവരാണെങ്കിൽ അങ്ങനെ. ഓക്കെ, നമ്മളിപ്പോൾ ആ ചെറിയ മൂവിയാണ് എസ്കലേറ്റർ കഴിഞ്ഞ് നമ്മൾ നേരെ കയറി വന്നു കഴിഞ്ഞാൽ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ കിങ് ഖാലിദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് റിയാദിലെ. ഇത്രയ്ക്കുള്ളൂ മെട്രോയിൽ വരാനായിട്ടുള്ള ബുദ്ധിമുട്ട്. 4 റിയാലിന് നിങ്ങൾ ഒരാൾ മാത്രമേ ഉള്ളൂ എങ്കിൽ ഹാൻഡ് ബാഗും ഒരു ലഗേജും ഉള്ളവങ്ങൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് സ്വയം ലഗേജ് ചെക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ഇപ്പോൾ എല്ലാ എയർപോർട്ടിലും വന്നിട്ടുണ്ടല്ലോ. അത് ഇവിടെയും വന്നിട്ടുണ്ട്, അതാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് അതല്ല നോർമലി ചെക്ക് ചെയ്യുന്ന സ്ഥലത്താണ് ചെക്ക് ചെയ്യില്ല, അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് എയർപോർട്ട് എന്ന് പറയാനായിട്ടുള്ള ആകെ 4 റിയാലിൻ്റെ എയർപോർട്ട് യാത്ര എന്ന് പറയുന്ന ഇതുള്ളൂ. 2 ലഗേജ് ഉണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. 2 ലഗേജും ഒരു ഹാൻഡ് ബാഗ് ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും നിങ്ങൾക്ക് വലിയ ഹെവി ഇല്ലെങ്കിൽ കൊണ്ടുപോകാവുന്നതാണ്. ഇനി ഇനിയിപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നവരാണെങ്കിൽ തിരിച്ചു പോകുന്നത്, ഈ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഇതിൻ്റെ നേരെ തിരിച്ച്. അത്രയ്ക്കുള്ളൂ. ഞാൻ ജസ്റ്റ് ഇതിലൊന്നും കൂടി മെൻഷൻ ചെയ്ത് കാണിക്കുന്നുള്ളൂ. നമ്മളിത് എയർപോർട്ടിൽ നിന്ന് ഇപ്പോൾ നാട്ടിൽ നിന്ന് വന്ന് എയർപോർട്ടിൽ ഇറങ്ങി നമ്മൾ ഒറ്റയ്ക്കുള്ളൂ എന്നുണ്ടെങ്കിലും ഇതേ കാർഡ് വെച്ചു നമ്മൾ മെട്രോൻ്റെ ഉള്ളിലേക്ക് കയറി. ഇപ്പം നേരത്തെ കണ്ട ആ വഴി കൂടെ തന്നെ തിരിച്ചിങ്ങോട്ട് വരുന്നു. അത്രയ്ക്കുള്ളൂ. എല്ലായിടത്തും മെട്രോൻ്റെ സ്റ്റേഷനിലേക്ക് പോകേണ്ട വഴി അരമാർക്കിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇറങ്ങേണ്ടത് നമ്മൾ നേരത്തെ കണ്ടില്ലേ KFD. നമ്മളപ്പോൾ ഈ യെല്ലോ ലൈനിൽ നിന്ന് നമ്മൾ ഇവിടെ നിന്ന് ഏത് ടെർമിനലാണോ വന്ന് ഇറങ്ങണം, എവിടെ നിന്നായാലും KFDക്ക് ഒറ്റ ട്രെയിൻ തന്നെ ഉള്ളൂ. ഒരേ ട്രാക്ക് തന്നെയാണ്. ഇപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോൾ ഒരു ട്രാക്ക് കൂടി വരുന്നു പറയുന്നു. ഇപ്പോൾ ഒരു ട്രാക്കുള്ളൂ. നിങ്ങൾ എവിടെ നിന്ന് കയറിയാലും നിങ്ങൾ KFDക്ക് ഇറങ്ങണം. നിങ്ങൾക്ക് അവിടേക്ക് പോകാനുള്ളത് നോക്കുക. അതായതാണ് KFDക്ക് പോകാനുള്ളത്. നമ്മളിപ്പോൾ 3-4 ഉള്ളത്. ഇവിടെ നിന്ന് നമ്മൾ KFDക്കുള്ള ട്രെയിനിൽ കയറുന്നു. ഓരോ 4 മിനിറ്റും കൂടുമ്പോഴൊക്കെ ട്രെയിനുണ്ട്, ഒരു പ്രശ്നവുമില്ല. ദർ അൽബാദിയ, അതായത് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് വരികയാണെങ്കിൽ SAB ബാങ്ക്, നമ്മൾ എയർപോർട്ടിൽ നിന്ന് തിരിച്ച് ഓറഞ്ച് ലൈനിലേക്ക് പോകുന്നവർക്കാണെങ്കിൽ നമ്മൾ കസർ അൽ ഹുക്കുമിൽ ഇറങ്ങണം. പക്ഷേ ദർ അൽബാദിയാണ് ലാസ്റ്റ് സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ KFDയിൽ വന്നിട്ട് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ 2 സ്റ്റെപ്പ് മേലേക്ക് കയറുമ്പോൾ നമുക്ക് ബ്ലൂ ലൈൻ വഴി നമുക്ക് ദർ അൽബാദിയയിലേക്ക് പോകാനുള്ള ട്രാക്ക് കാണാം. അവിടെ നമ്മൾ കസർ അൽ ഹുക്കുമിലാണ് നമ്മൾ ഇറങ്ങേണ്ടത് കേട്ടോ. നമ്മൾ ദർ അൽബാദിയയിൽ ഇറങ്ങേണ്ടത് കസർ അൽ ഹുക്കുമിലാണ് ഇറങ്ങേണ്ടത്. ഇതവിടെ നിർത്തുന്ന സ്റ്റേഷനുകളാണ്, അതൊന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ കസർ അൽ ഹുക്കുമിലാണ് ഇറങ്ങേണ്ടത്. നിങ്ങളുടെ അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ ആകുമ്പോൾ നിങ്ങൾ അത് നോക്കി വെക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ഇത് കസർ അൽ ഹുക്കുമിൽ വന്ന് ഇറങ്ങി. നമുക്കിനി ജിദ്ദ റോഡ്. ഓക്കെ, ഇത് ഓറഞ്ച് ലൈനിലെ ജിദ്ദ റോഡ്. നമ്മൾ ഓറഞ്ച് ലൈനിൽ എയർപോർട്ടിലേക്ക് ആണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് കസർ അൽ ഹുക്കുമാണ്, അല്ല കാഷിം ലൈനാണ്. തിരിച്ച് നമ്മൾ ഓറഞ്ച് ലൈനിൽ നമ്മൾ എയർപോർട്ടിൽ നിന്ന് നമ്മുടെ റൂമിൻ്റെ ഇടയ്ക്ക് വരികയാണെങ്കിൽ, അതായത് ഓറഞ്ച് ലൈൻ വഴി യൂസ് ചെയ്യുന്നതാണെങ്കിൽ, ഇപ്പം ഞാൻ ഇറങ്ങുന്ന സ്റ്റേഷനാണെങ്കിൽ ജിദ്ദ റോഡ്, മനസ്സിലായി. 2 സ്റ്റെപ്പ് താഴത്തേക്ക് ഇറങ്ങാനുണ്ടാവും. 2 സ്റ്റെപ്പ് താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓറഞ്ച് ലൈനിൻ്റെ ഗേറ്റിലെത്തി. ഇവിടെ നമ്മൾ നിൽക്കുന്നത് കസർ അൽ ഹുക്കുമിലാണ്. ലാസ്റ്റ് സ്റ്റേഷൻ ജിദ്ദ റോഡ്. നമുക്ക് ഇറങ്ങേണ്ടത് അദ്ദൗ സ്റ്റേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ നിങ്ങൾ ആദ്യം നോക്കി വെക്കുക. നിങ്ങളുടെ ലൈൻ ഏത് കളറാണ്, അത് ആ കളറ് യെല്ലോയിലേക്ക് പോകാനായിട്ട് എവിടെയാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് നോക്കി വെക്കുക. ഇപ്പോൾ ഈ ലൈനിലുള്ളവർക്കാണെങ്കിൽ ഇതൊന്നും കൂടി വീഡിയോ കണ്ട് ഒന്നും കൂടി 2 പ്രാവശ്യം വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. വെറും 4 റിയാലിന് ചെയ്യാവുന്ന എയർപോർട്ട് വരെ പോകാവുന്ന കാര്യമുള്ളൂ. ടാക്സിക്ക് 80-100 കൊടുത്ത് പോകേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ അതേ ഞാനവിടെ വന്ന് തിരിച്ച് ഞാൻ അതേ സ്റ്റേഷനിൽ തന്നെ വന്നിറങ്ങി
വന്നിറങ്ങി നമ്മൾ ഏറ്റവും പുറത്തേക്ക് കിടക്കുമ്പോൾ നമ്മൾ കാർഡ് വയ്ക്കുക, പുറത്തേക്ക് ഇറങ്ങുക. നമ്മൾ ബസ് സർവീസ്, എൻ്റെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ബസ് സർവീസ് ഉണ്ട്. എനിക്ക് ബസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഈ ബസ് ഉപയോഗിക്കാനാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 100 മിനിറ്റ് ആയിട്ടുള്ള ബാക്കി 20 മിനിറ്റ് ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20 മിനിറ്റ് ബസ് യാത്ര ചെയ്താലും നിങ്ങളുടെ കാശ് എക്സ്ട്രാ കട്ടാവില്ല. ആകെ 4 റിയാൽ. റിയാദ് ബസ് സർവീസും റിയാദ് മെട്രോ സർവീസും ഒരേ പൈസ തന്നെയാണ്, ഒരേ കാർഡ് തന്നെയാണ് നിങ്ങൾക്ക് കട്ടാവുള്ളൂ. ഒരേ പൈസ, ഒന്നും കൂടുതൽ കട്ടാവില്ല. നിങ്ങൾക്ക് 120 മിനിറ്റിന് നിങ്ങൾക്ക് ആ കാർഡ് നിങ്ങൾ ഉപയോഗിച്ച് വിസ കാർഡോ മഡ കാർഡോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണോ എന്താണെങ്കിലും 120 മിനിറ്റ് വരെ നിങ്ങൾക്ക് ഒരു സ്ഥലത്തും നിങ്ങൾക്ക് എക്സ്ട്രാ പൈസ കട്ടാവില്ല. നിങ്ങൾക്ക് 10 20 പ്രാവശ്യം നിങ്ങൾ യൂസ് ചെയ്താലും 120 മിനിറ്റിൻ്റെ ഉള്ളിലാണെങ്കിൽ 4 റിയാൽ, അതിൽ കൂടുതൽ നിങ്ങൾക്ക് കട്ടാവില്ല. അപ്പോൾ നിങ്ങൾ പരമാവധി മെട്രോ യൂസ് ചെയ്ത് എയർപോർട്ടിലേക്ക് പോകാം. 4 റിയാലാണ് ആകെ യൂസുള്ളൂ, ചിലവാകുന്നുള്ളൂ. ഒരു ആളുള്ളെങ്കിൽ വളരെ ഈസിയാണ്. ഒരു ലഗേജ്, ഒരു ഹാൻഡ് ബാഗ് ഉള്ളെങ്കിൽ. ഇതിപ്പോൾ ഞങ്ങളുടെ മെട്രോ സ്റ്റേഷൻ്റെ മുമ്പിൽ ബസ് സർവീസ് ഉണ്ട്. എല്ലാ മെട്രോ സ്റ്റേഷൻ്റെ മുമ്പിലും ബസ് സർവീസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നണത്. നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഏറ്റവും നല്ലതാണ്. ബസ്സിനും മെട്രോയ്ക്കും കൂടി 120 മിനിറ്റ് അത്രേ ആകുള്ളൂ. ഓക്കെ.